പുതുവത്സരത്തിൽ ഉദ്യോഗാർത്ഥികൾക്ക് കൈനിറയെ തൊഴിലവസരമായി വിജ്ഞാന പത്തനംതിട്ട തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. വിജ്ഞാന പത്തനംതിട്ട അല്ലെങ്കിൽ വിജ്ഞാന കേരളം എന്ന് പറയാം. പുതുവത്സരത്തിൽ മാത്രമല്ല, നാളെ ഡിസംബർ 30-നും ജോബ് ഫെസ്റ്റ് നടക്കുന്നുണ്ട്. അതായത് വർഷാവസാനം ഏറ്റവും അവസാനം ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിലവസരം നൽകുന്നുണ്ട്. അതിനു മുമ്പായി തന്നെ നമുക്ക് ചോദിക്കാവുന്നതാണ്, സർ ഹരികുമാർ സാറാണ് ചേരുന്നത്. വിജ്ഞാന പത്തനംതിട്ടയുടെ ജില്ലാ മിഷൻ കോർഡിനേറ്ററാണ്. സാർ, 2 മാസം തിരഞ്ഞെടുപ്പിൻ്റെ പെരുമാറ്റച്ചട്ടവുമായിട്ട് ബന്ധപ്പെട്ട് ജോബ് ഫെസ്റ്റുകളൊന്നും നടന്നിരുന്നില്ല. ഈ 2 മാസം കഴിയുമ്പോൾ പുതുവത്സരത്തിൽ എന്താണ് ഉദ്യോഗാർത്ഥികൾക്കായി വിജ്ഞാന പത്തനംതിട്ട കരുതി വച്ചിരിക്കുന്നത്? തീർച്ചയായിട്ടും ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച വരെ ഞങ്ങളുടെ പെരുമാറ്റച്ചട്ടത്തിൻ്റെ ഒരു തടസ്സം മൂലം അല്ലെങ്കിൽ പരിമിതി മൂലം ഞങ്ങൾക്കൊരു ജോബ് ഫെയറുകളും നടത്തുന്നതിന് സാങ്കേതികമായി സാധിച്ചിരുന്നില്ല. നാളെ തന്നെ ഈ ആഴ്ചയുടെ തുടക്കത്തിൽ തന്നെ, അതായത് ഈ വർഷത്തിൻ്റെ ഏറ്റവും അവസാനത്തെ അല്ലെങ്കിൽ ദിവസമെന്ന് വേണമെങ്കിൽ പറയാം, മൈക്രോ ITI ഞങ്ങളുടെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ ഞങ്ങളോട് സഹകരിച്ചിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൻ്റെ തന്നെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക മെഗാ ജോബ് ഫെയർ ആണ് നാളെ സംഘടിപ്പിച്ചിരിക്കുന്നത്. 500-ലേറെ തൊഴിലവസരങ്ങളുണ്ട്. 15-ലേറെ കമ്പനികൾ പങ്കെടുക്കുന്നുണ്ട്. അപ്പോളോ ടയേഴ്സ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട കമ്പനികൾ ഇതിൽ ജോബ് ഫെയറിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതുവരെ 500ഓളം രജിസ്ട്രേഷൻസ് ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാ യോഗ്യതയുമുള്ള ആൾക്കാർക്ക് ഈ ജോബ് ഫെയറിൽ പങ്കെടുക്കാം. നാളെ സ്പോട്ട് രജിസ്ട്രേഷൻ ഉൾപ്പെടെ ഈ ജോബ് ഫെയറിലുണ്ട്. ഈ അവസരം എല്ലാവരും പരമാവധി പ്രയോജനപ്പെടും. ഇതിലേക്ക് വരുമ്പം ഈ പുതുവർഷത്തിൽ, അതായത് 2026-ൽ എത്ര ജോബ് ഫെയറുകൾ ഏതൊക്കെയാണ് വരുന്നത്, എവിടെ വെച്ചാണ്? നമ്മൾ പുതുവർഷത്തിൽ നമ്മൾ എല്ലാ ശനിയാഴ്ചകളിലും ഞങ്ങൾ വിർച്വൽ ജോബ് ഡ്രൈവ് ഓൺലൈനായിട്ട് ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഇത് ഓൺലൈനായി നടക്കുന്ന ഈ ജോബ് ഫെയർ നടക്കുന്നത് ജില്ലയിലെ 3 എഞ്ചിനീയറിംഗ് കോളേജിലാണ്. കല്ലൂപ്പാറ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആറന്മുള, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് അടൂർ. ഈ 3 എഞ്ചിനീയറിംഗുകളിൽ എല്ലാ ശനിയാഴ്ചയും കേരളത്തിനകത്തും പുറത്തുമുള്ള വലിയ കമ്പനികളുടെ ഉൾപ്പെടെയുള്ള ഒട്ടേറെ തൊഴിലവസരങ്ങൾ എല്ലാ തസ്തികളിലേക്കും എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാർക്കും വേണ്ടി അനുയോജ്യമായ തൊഴിലവസരങ്ങൾ ഇവിടെയുണ്ട്. അത് സംബന്ധിച്ചുള്ള വിശദമായ അറിയിപ്പ് പത്രക്കുറിപ്പിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ഞങ്ങൾ അറിയിക്കുന്നുണ്ട്. പ്രീമിയം കമ്പനികളുടെ പ്രത്യേക തൊഴിലവസരങ്ങൾ, ഇപ്പോൾ പല ആളുകൾക്കും ചില കമ്പനികൾക്ക് വലിയ നമ്പർ ഓഫ് വേക്കൻസീസ് ഉണ്ട്. അത്തരം കമ്പനികളുടെ പ്രത്യേക ജോബ് ഡ്രൈവുകൾ നടത്താൻ എന്തെങ്കിലും പദ്ധതിയുണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങൾ ഈ ശനിയാഴ്ച തോറും ആഴ്ചതോറും നടക്കുന്ന ഈ വിർച്വൽ ജോബ് ഡ്രൈവ് കൂടാതെ പത്തനംതിട്ട ജില്ലാ ഹെഡ് ക്വാർട്ടേഴ്സിൽ വെച്ച് തന്നെ ഇന്ത്യയിലെ തന്നെ വലിയ കമ്പനികളായിട്ടുള്ള ടെക് മഹീന്ദ്ര, അപ്പോളോ ടയേഴ്സ്, അതേപോലെ തന്നെ ടാറ്റ ഇലക്ട്രോണിക്സ് തുടങ്ങിയ കമ്പനികളുടെ വലിയ തൊഴിലവസരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻ്റർവ്യൂ സംഘടിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിലെ വലിയൊരു വാണിജ്യ സ്ഥാപനമാണ് അലൂക്കാസിൻ്റെ വലിയ തൊഴിലവസരങ്ങൾ അവർക്ക് വേണ്ടി പ്രത്യേകമായൊരു ജോബ് ഫെയർ ഉൾപ്പെടെ സംഘടിപ്പിക്കുന്നുണ്ട്. കേരളത്തിനകത്തും പുറത്തുമുള്ള ഈ ഇത്തരത്തിലുള്ള പ്രീമിയർ കമ്പനികളുടെ പ്രത്യേകമായ ഇൻ്റർവ്യൂ പത്തനംതിട്ട ജില്ലയിലെ തൊഴിലന്വേഷകർക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. കുടുംബശ്രീയും മറ്റ് സർക്കാർ വകുപ്പോട് ചേർന്ന് തന്നെയാണ് ഈ പ്രോഗ്രാം. തീർച്ചയായിട്ടും ഇതിന് വിജ്ഞാന കേരളം എന്ന ഈ പദ്ധതിക്ക് തുടക്കം മുതൽ ഏറ്റവും വലിയ പിന്തുണയും സഹകരണവും ഒപ്പം നിന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് കുടുംബശ്രീ പ്രസ്ഥാനം. കുടുംബശ്രീ പ്രസ്ഥാനത്തോടൊപ്പം തന്നെ ജില്ലയിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സാമ്പത്തികമായ പിന്തുണ ഉൾപ്പെടെ ഈ പദ്ധതിക്കുണ്ട്. അപ്പം എപ്പോഴും ചോദ്യം തന്നെയാണ്. എങ്കിലും ഇതാരെങ്കിലും പുതിയതായി വാർത്ത കാണുമെങ്കിൽ എന്തെങ്കിലും രജിസ്ട്രേഷൻ ഫീസ് ഉദ്യോഗാർത്ഥികൾ മുടക്കേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും ഇതിന് ഈ തൊഴിൽ മേളയിൽ പങ്കെടുക്കുന്നതിന് യാതൊരു തരത്തിലുള്ള ഫീസ് അല്ലെങ്കിൽ ചാർജസ് അല്ലെങ്കിൽ ഹിഡൻ ചാർജസ് ഉൾപ്പെടെ ഒന്നും തന്നെ ഇതിനകത്ത് ഈടാക്കുന്നില്ല എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ ആകർഷണീയത. കേട്ടല്ലോ. അപ്പം ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് യാതൊരു ഫീസും നൽകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. DWMS ആപ്പ് വഴി നോക്കുക, അല്ലെങ്കിൽ അടുത്തുള്ള ജോബ് സ്റ്റേഷനിലെത്തുക. നിങ്ങൾക്കായി ഹരികുമാർ സാർക്ക് ഉൾപ്പെടെയുള്ള ടീം ഒട്ടനവധി തൊഴിലവസരങ്ങളാണ് കരുതി വച്ചിരിക്കുന്നത്. ക്യാമറമാൻ അമൽ സിദ്ധത്തോടൊപ്പം സുജു ടി ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.